എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്ട 1ാമത്തെ ചാപ്റ്റർ നോക്കി. അതിലെന്താണ്ട നമ്മൾ മധ്യകാല ഇന്ത്യയിലെ രാജവംശത്തെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നോക്കിയത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് ഈ ചാപ്റ്ററും വരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്ട ഭക്തി പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. ഓക്കെ, അന്ന് നമ്മുടെ ഇന്ത്യയിൽ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതായത് നമ്മൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എന്താണ്ട നേരെ എന്താണ് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് എന്താണ് നമ്മുടെ കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുലശേഖര ആഴ്വാറുടെ പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന എന്താണ് ഒരു കൃതിയിലെ കുറച്ച് വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണ്ടാ പറയുന്നത്? അതായത് കോനേറി വാഴും കുറുകായി പിറപ്പേൻ തിരുവെങ്കട ചൂനയിൽ മീനായി പിറക്കേം വെങ്കടത്ത് ചെമ്പകമായി നിൽക്കും പിന്നെന്താണ്ട വെങ്കടമലയിന്മേൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയാൽ കിടന്തും. ഓക്കെ, ഒരു തമിഴ് കൃതിയുടെ ഒരു വരികളാണ് എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ള എന്താണ്ട ഇതാരാണ്? നമ്മുടെ പെരുമാൾ തിരുമൊഴി എന്ന കൃതി രചിച്ച ആരാണ്ട്? അത് കുലശേഖര ആഴ്വാറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നതാണ് കുലശേഖര ആഴ്വാറുടെ കൃതിയാണ്. അപ്പോൾ ആരാണ് കുലശേഖര ആഴ്വാർ? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാർമാരിൽ എന്താണ് പ്രമുഖനായിരുന്നു. ആരാണ്? കുലശേഖര ആഴ്വാർ. ആരാണ്ട? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം. അതായത് വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? അവർ കൂടുതലും വിഷ്ണുവിനെയാണ് ആരാധിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാർമാരിൽ പ്രമുഖനായിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ആരാണ്? നമ്മുടെ കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന കൃതിയിലെ കുറച്ച് വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തമിഴ് വരികളാണ്. ഓക്കെ, അതിൻ്റെ വിവർത്തനമുണ്ട്. എന്താണ്? തിരുവങ്കട മലയിൽ ഒരു പ്രാവായി, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കുളത്തിലെ ഒരു മീനായി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചെമ്പകമായി, അല്ലെങ്കിൽ എന്താണ് മലയിലെ തൂണായി, പിന്നെന്താണ് ക്ഷേത്രത്തിലെ ഒരു പടിയായെങ്കിലും ജനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരിയിൽ നിന്ന് മനസ്സിലാവും എന്താണ് ഒരു ആരാധന, അതായത് അവരുടെ ദൈവത്തോടുള്ള ആരാധന എന്താണ് ബേസ് ചെയ്തുള്ള ഒരു കൃതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു തന്നെയാണ് 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാർമാരിൽ പ്രമുഖനായിട്ട് നമ്മളെ കുലശേഖര ആഴ്വാർ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് പെരുമാൾ തിരുമൊഴി. അതിൽ അദ്ദേഹം ഇതിൻ്റെ കുറച്ച് വരികളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യം നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. 9ാം നൂറ്റാണ്ട്. എന്താണ് 9ാം നൂറ്റാണ്ട്? എന്താണ് 9ാം നൂറ്റാണ്ട്? അതായത് 9ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളത്തിൽ ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുലശേഖര ആഴ്വാർ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരുന്നത് 9ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അതൊരു ലോജിക്ക് വെച്ച് തന്നെ അടിക്കുക. എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നുള്ളത്? ഓക്കെ, ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് അർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. അപ്പോൾ ഈ ഭക്തിയെ ബേസ് ചെയ്ത് വരുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മധ്യകാലഘട്ടത്തിൽ ഒരുപാട് ജാതിയുടെ പേരിൽ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഉയർന്നവനെന്നും താഴ്ന്നവനെന്നുള്ള രീതിയിൽ ജാതിയെ ബേസ് ചെയ്തിട്ടുള്ള വേർതിരിവ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഉത്തരേന്ത്യയിലെ കബീർദാസ്, അദ്ദേഹത്തെ കുറിച്ച് ഗുരു നാനാക്ക്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. അത് നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമായിരുന്നു ഈ ഭക്തകവികൾ. ഓക്കെ, CE 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്വാർമാർ ആരെയാണ് ആരാധിച്ചിരുന്നത്? വിഷ്ണുവിനെയും. നായനാന്മാർ ആരെയണ്ട? അവർ ശിവഭക്തരും ആയിരുന്നു. അടുത്ത് നമ്മൾ താഴെ നൽകിയിരിക്കുന്നത്? അതായത് നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകളിലാണ് അവർ കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ജനങ്ങളെ, അതായത്
താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് സംബന്ധിക്കാനാണ്. അപ്പോൾ എന്താണ്, അവർ പ്രാദേശിക ഭാഷയിലാണ് അവരുടെ കൃതികളും മറ്റും രചിച്ചിരുന്നത്. പിന്നെന്താണ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും അതാണ് എന്താണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തെന്താണ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അതായത് എന്താണ്, അന്ന് നിലനിന്നിരുന്ന എന്താണ്, ജാതിയുടെ പേരുള്ള വേർതിരിവ് തുടച്ചു നീക്കുക. അതായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി എന്താണ്, അവരൊരു ഗ്രാമങ്ങളിൽ ഓരോ മണ്ഡപങ്ങളൊക്കെ സ്ഥാപിച്ച് അവിടെ എല്ലാ മതക്കാർക്ക് വന്നിരിക്കാനും എന്താണ് ഇവരുടെ ഈ കീർത്തനങ്ങളും മറ്റും എന്താണ് ആലപിക്കാനും മറ്റ് ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സൗകര്യം എന്താണ് ഇവർ ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ നടത്താൻ ശ്രമിച്ചിരുന്നു. അടുത്തെന്താണ്, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഈ ഭക്തി പ്രസ്ഥാനത്തിലെ കൃതികളെല്ലാം രചിച്ചിരുന്നത് എന്താണ്, പ്രാദേശിക ഭാഷയിലായിരുന്നു. പിന്നെന്താണ്, ദൈവത്തോടുള്ള സ്നേഹവും അർപ്പണവും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഓക്കെ, അപ്പോൾ ജാതിയുടെ പേരുള്ള വേർതിരിവില്ല. പിന്നെന്താണ്, സ്ത്രീകൾക്ക് എന്താണ്, തുല്യമായ പങ്കാളിത്തം. അടുത്തെന്താണ്, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഓക്കെ, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അപ്പോൾ നമുക്ക് ഇങ്ങനെ PSC ചോദിച്ചാൽ എന്താണ്, നമുക്ക് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത ചോദിച്ചാൽ നമുക്ക് രണ്ട് പോയിന്റ് എന്താണ് നമുക്ക് ലോജിക്ക് വെച്ചടിക്കുക. അതായത് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഇഷ്ടദൈവത്തോടുള്ള ആരാധന എന്താണ് നമുക്ക് കിട്ടും. ബാക്കി 2 പോയിന്റ്, അതായത് ബാക്കി അടുത്ത 2 പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഓർത്തോ, ചോദിക്കുക, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം എന്താണ് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. പിന്നെന്താണ്, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. അപ്പോൾ ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് എന്താണ്ട തുല്യമായൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, കുലശേഖര ആഴ്വാറിൻ്റെ പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞൊരു കൃതി നമ്മൾ പഠിച്ചു. എന്താണ് ആഴ്വാർമാർ, അതായത് വിഷ്ണു ഭക്തരെയാണ് ആഴ്വാർമാരെന്നറിയപ്പെടുന്നു. പിന്നെ നമ്മളെ കുലശേഖര ആഴ്വാർ എന്താണ് 9ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ ജീവിച്ചിരുന്നത്. പിന്നെ എന്ത് പറഞ്ഞു, നയനാർമാർ ആരാണ്ട, ശിവഭക്തരാണ് നയനാർമാർ. അടുത്തെന്താണ്, നമ്മൾ നേരെ എന്താണ് തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് കുറച്ച് ഉള്ളിലോട്ട് കയറുകയാണ്. ഓക്കെ, തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അപ്പോൾ എന്താണ്, തമിഴ്നാട്ടിലാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിന് കൂടുതലും പ്രചാരം ലഭിച്ചത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർദ്ധശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരും നയനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ പ്രാദേശിക ഭാഷയിലാണ് രചിച്ചിരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം കൂടുതൽ പ്രചാരം ലഭിച്ചതെന്നും അന്നുണ്ടായിരുന്ന ജാതിയുടെ പേരിൽ നടത്തിയിരുന്ന എല്ലാ ദുരാചാരങ്ങളെ എതിർക്കാൻ ജനങ്ങൾക്കൊരു ഒരു ശക്തി നൽകിയത് ഈ ഭക്തകവികളുടെ രചനകളാണ്. ഓക്കെ, അടുത്തതാണ് ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധമെന്നും ആഴ്വാർമാരുടെ രചനകൾ നമ്മുടെ വിഷ്ണു ഭക്തരായ ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് തിരുമുറൈകളെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് റാങ്ക് മേക്കിംഗ് ചോദിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ സിലബസിൽ ഇതില്ല, പക്ഷേ എന്നാലും 10th ലെവൽ സിലബസിലൊന്നുമില്ല. ഡിഗ്രിക്കും ഡിഗ്രി പ്രിലിമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം. അപ്പോൾ ആഴ്വാർമാരുടെ രചനകളാണ് 4000 ദിവ്യപ്രബന്ധം. നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ. ഓക്കെ, അടുത്ത ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളാണ് പറയുന്നത്. ഓക്കെ, ആരൊക്കെയുണ്ട, നമുക്ക് 2 കൂട്ടരിലുള്ളതും പഠിക്കാം. ആഴ്വാർമാർ വിഷ്ണു ഭക്തർ എന്നറിയപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ആരാണ്, നമ്മൾ ആദ്യം പറഞ്ഞ കുലശേഖര ആഴ്വാർ, അടുത്ത പെരിയ ആഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഓക്കെ, അപ്പോൾ ആരൊക്കെയുണ്ട, നമ്മുടെ ആഴ്വാർമാർ, അതായത് വിഷ്ണു ഭക്തർ ആഴ്വാർമാർ. അതിൽ പ്രധാനികളുടെ പേര് നമ്മൾ ആദ്യം പഠിച്ചു. പെരുമാൾ തിരുമൊഴിയൊക്കെ രചിച്ച കുലശേഖര ആഴ്വാർ. പിന്നെ പെരിയ ആഴ്വാർ. പെരിയ ആഴ്വാർ. പിന്നെ നമ്മാഴ്വാർ. നമ്മാഴ്വാർ. ആണ്ടാൾ. അപ്പോൾ ഇത്രയും പേരാണ് ആഴ്വാർ പ്രസ്ഥാനത്തിൽ, അതായത് ആഴ്വാർ വിഭാഗത്തിലുള്ള പ്രധാന ഭക്തകവികൾ. അടുത്തെന്താണ്, ശിവഭക്തരായ നായനാർമാർ. അതിലാരൊക്കെ ഉണ്ടായിരുന്നടാ, കാരയ്ക്കൽ അമ്മയാർ. അപ്പർ. സമ്മന്തർ. സമ്മന്തർ. പിന്നെ സുന്ദർ. സുന്ദരർ. സുന്ദരർ. മാണിക്യവാസകർ. അപ്പോൾ ആരൊക്കെയുണ്ടാ, നമ്മുടെ ശിവഭക്തരായ നായനാർമാരിൽ ഉണ്ടായിരുന്നത് കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്മന്തർ, സുന്ദരർ,
പിന്നെ ആരാണ്ട മാണിക്യ വാസകർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഭക്തി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് തമിഴ്നാട്ടിലുമാണ്. ഇവർ പ്രാദേശിക ഭാഷയിൽ രചിച്ചിരുന്നു. അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന എന്താണ് ദുരാചാരങ്ങളെയൊക്കെ എന്താണ്ട എതിർക്കാൻ ജനങ്ങൾക്ക് എന്താണ് ഈ ഭക്തി പ്രസ്ഥാനത്തിലെ രചനകൾ വഴി സാധിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മൾ 2 വിഭാഗങ്ങളെന്ന് പറഞ്ഞു. ഏതാണ്? നമ്മുടെ വിഷ്ണു ഭക്തരായ ആഴ്വാറും ശിവഭക്തരായ നായനാർമാർ. ഇതിലുള്ള പ്രധാന കവികൾ നമ്മൾ പറഞ്ഞു. ഏതാണ്? വിഷ്ണു ഭക്തരിൽ ആരാണ്ട? കുലശേഖര ആഴ്വാർ. നമ്മൾ ആദ്യം തുടക്കം പഠിച്ച കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, പിന്നെ ആരാണ്ട? നമ്മാഴ്വാർ, പിന്നെന്താണ്? ആണ്ടാർ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത എന്താണ്ട? ശിവഭക്തരായ നായനാർമാർ. അതിലാരൊക്കെയുണ്ട? കാരയ്ക്കൽ അമ്മയാർ. ആരാണ്? കാരയ്ക്കൽ അമ്മയാർ. പിന്നെന്താണ്? അപ്പർ. പിന്നെന്താണ്? സമ്പന്തർ. പിന്നെന്താണ്? സുന്ദരർ. പിന്നെന്താണ്? മാണിക്യവാസകർ. ഓക്കെ, അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇവർ ഗ്രാമങ്ങൾ, നമ്മുടെ ഈ ഭക്തകവികൾ ഗ്രാമങ്ങളിൽ ഓരോ മണ്ഡപങ്ങൾ, അതായത് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദി അവർ ഒരുക്കിയിരുന്നു എന്ന് പറയുന്നു. അതും എന്താണ് അന്നുണ്ടായിരുന്ന ഈ ജാതി വ്യവസ്ഥകൾക്കെതിരെ എന്താണ് പോരാടും ജനങ്ങൾക്ക് ശക്തി നൽകിയിരുന്നു. അതേപോലത്തെ ഒന്നാണ് നമ്മുടെ അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. എന്താണ് അനുഭവ മണ്ഡപം? നമ്മുടെ ബസവണ്ണ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്നത്തെ കർണാടക ഉൾപ്പെടുന്ന കന്നഡ ദേശത്തിലുണ്ടായിരുന്ന ഒരു ഭക്തകവിയായിരുന്നു ബസവണ്ണ. അദ്ദേഹം സ്ഥാപിച്ച അനുഭവ മണ്ഡപത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അപ്പോൾ ഏതാ നൂറ്റാണ്ടിൽ? 12ാം നൂറ്റാണ്ടിൽ ആര് സ്ഥാപിച്ചു? ബസവണ്ണ സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. പിന്നെന്താണ്? അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഓക്കെ, അപ്പോൾ അനുഭവ മണ്ഡപം ഏത് നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു? 12ാം നൂറ്റാണ്ടിൽ. ആര് സ്ഥാപിച്ചു? ബസവണ്ണ സ്ഥാപിച്ചു. അവിടുത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയുണ്ട? അല്ലമ്മ പ്രഭു. പിന്നെന്താണ്ട? അക്ക മഹാദേവി. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ജാതിയുടെ പേരിലോ എന്താണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്താണ് അവിടുത്തെ ചർച്ചകളിൽ പങ്കെടുക്കാൻ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. എന്താണ് ആത്മീയപരമായ ചർച്ചകൾക്കും പുതിയ അറിവുകൾക്കും എന്താണ്ട അവിടെ വരുന്ന ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ഓക്കെ, അപ്പോൾ വചനങ്ങൾ, അപ്പോൾ ഈ ബോക്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അനുഭവ മണ്ഡപം സ്ഥാപിച്ച ആരാണ്? ബസവണ്ണ. ഏത് നൂറ്റാണ്ടിൽ? 12ാം നൂറ്റാണ്ടിൽ. ഓക്കെ, അവിടുത്തെ ചർച്ചകൾക്ക് അന്ന് നേതൃത്വം നൽകിയ വ്യക്തികളുണ്ട്, 2 പേരുണ്ട്, അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. നമുക്ക് ആ 2 പേര് കേൾക്കുമ്പോൾ അറിയാം എന്താണ് ഇതിൽ സ്ത്രീ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ എന്താണ് ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് എന്താണ് ഒട്ടനവധി പങ്കാളിത്തം ലഭിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മുടെ അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. അടുത്തെന്താണ്? ഇവിടെ എന്താണ് ജാതി വിവേചനമോ ലിംഗത്തിൻ്റെ പേരിൽ, അതായത് എന്താണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാം. ആത്മീയ ചർച്ചകൾക്കും എന്താണ്, പിന്നെ എന്താണ് പുതിയ അറിവുകൾക്കും എന്താണ് ജനങ്ങൾക്ക് അനുഭവ മണ്ഡപത്തിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അവിടെ വരുന്ന ആശയങ്ങൾ എന്താണ്? വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ വചനങ്ങൾ എന്ന പേരിലാണ് എന്താണ് അനുഭവ മണ്ഡപത്തിൽ നിന്ന് ലഭിക്കുന്ന എന്താണ് ആശയങ്ങളെ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത്. ഓക്കെ, അടുത്തെന്താണ്ട നമ്മൾ പറഞ്ഞു ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതും. എന്താണ്? ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, അത് കിട്ടി. പിന്നെ എന്താണ്ട? സ്ത്രീ പുരുഷ വ്യത്യാസം അന്ന് ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസം അന്ന് നിലനിന്നിരുന്നു. ഓക്കെ, അതൊക്കെ എന്താണ് തുടച്ചു നീക്കാൻ വേണ്ടിയാണ് എന്താണ് അനുഭവ മണ്ഡപങ്ങൾ പോലുള്ള ചർച്ചാവേദികൾ എന്താണ് അന്നത്തെ ഭക്തകവികൾ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത നമ്മൾ ബസവണ്ണയെ പറ്റിയാണ് പറയുന്നത്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന, അതായത് നമ്മുടെ കർണാടക ഉൾപ്പെടുന്ന ഭാഗത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. ഓക്കെ, ബസവണ്ണ ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്? 12ാം നൂറ്റാണ്ടിലാണ്. എവിടെയാണ്? കന്നഡ ദേശത്താണ്. അദ്ദേഹം എന്താണ്ട ഒരു തത്വചിന്തകനും പിന്നെന്താണ്ട ഒരു കവിയും പിന്നെന്താണ് സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്ട? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം,
സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്ട ബസവണ്ണയുടെ കാഴ്ചപ്പാട് ഏതിൽ അധിഷ്ഠിതമായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് വീരശൈവ പ്രസ്ഥാനം. അദ്ദേഹം സ്ഥാപിച്ച ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പ്രീവിയസ് ആണ് PVSCയുടെ. എന്താണ്ട അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വീരശൈവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞ എന്താണ്? ബസവണ്ണ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏത് ആശയത്തിൽ അധിഷ്ഠിതമായാണ് കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്? നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. ഇതിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അദ്ദേഹം സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. പിന്നെ പ്രധാനപ്പെട്ടത് അനുഭവ മണ്ഡപം. അദ്ദേഹം സ്ഥാപിച്ച അനുഭവ മണ്ഡപം, അവിടുത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാക്കേണ്ട അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. ഓക്കെ, അവിടുത്തെ ചർച്ചകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ ആശയങ്ങൾ ഏത് പേരിലാണ് ജനങ്ങളിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ വചനങ്ങൾ എന്ന പേരിലാണ്. എന്താണ്? വചനങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ബസവണ്ണയുടെ കാര്യം പറഞ്ഞു, അനുഭവ മണ്ഡപം പറഞ്ഞു, വീരശൈവ പ്രസ്ഥാനവും പറഞ്ഞു. എന്താണ്? വീരശൈവ പ്രസ്ഥാനം. അടുത്ത എന്താണ്ട നമ്മൾ പറഞ്ഞ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അതായത് ഇവിടെ ഒരു നമ്മുടെ ബസവണ്ണയുടെ ഒരു പിക്ചറൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ എവിടെയുണ്ട? കർണാടകയിലെ ബസവ കല്യാണിൽ. കർണാടകയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ കർണാടകയിലെ ബസവ കല്യാണിൽ സ്ഥാപിച്ചിരുന്ന ബസവണ്ണയുടെ ഒരു പ്രതിമയാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്കെന്താണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം എന്താണ്ട? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തു. ഓക്കെ, അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ആരാണ്? ബ്രാഹ്മണരാണ്. അപ്പോൾ അവരുടെ മേധാവിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അപ്പോൾ ജാതി വിവേചനവും സ്ത്രീ വിവേചനത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അതായത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താണ് തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ സിമ്പിളാണ്, 3 പോയിന്റ് സിമ്പിളാണ്, 4 പോയിന്റ് സിമ്പിളാണ്. ഒന്നെന്താണ്? അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പിന്നെന്താണ്? ജാതി വിവേചനവും. പിന്നെന്താണ്? സ്ത്രീ വിവേചനത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒരൊറ്റ ദൈവം, ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെന്താണ്? നമ്മൾ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളിലേക്ക് എത്തിച്ചു. അടുത്തെന്താണ്ട? ശൈശവ വിവാഹത്തെ എതിർത്തു. ഓക്കെ, അന്നുണ്ടായിരുന്ന ശൈശവ വിവാഹത്തെ അദ്ദേഹം എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പിന്നെന്താണ്? പ്രായപൂർത്തി വിവാഹത്തെയും വിധവാ പുനർവിവാഹത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത അദ്ദേഹത്തിൻ്റെ കുറച്ച് ആശയങ്ങളാണ്. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ ആശയങ്ങൾ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഓക്കെ, ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചോ. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. എന്താണ്ടാ? ചിന്തയും പ്രവൃത്തിയും നന്നായ രാഷ്ട്രം ഉയർച്ച നേടും. ഓക്കെ, നമ്മുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ നന്നായ നമ്മുടെ രാഷ്ട്രം തന്നെ രക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഓക്കെ, മനുഷ്യർ പല ജാതിയിൽപ്പെട്ടവരായാലും അവർക്കെല്ലാവർക്കും ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം. ആർക്കും അതിലൊരു വേർതിരിവ് കാണിക്കാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് അവിടെ ഇടനിലക്കാർ ആവശ്യമില്ല. ഓക്കെ, പുനർജന്മമില്ല, ഈ ജന്മം ധന്യമായി ജീവിക്കുക. അതായത് നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം വളരെ ധന്യമായി സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം ചിന്തയും പ്രവൃത്തിയും നന്നായാൽ ആ നാട് തന്നെ നന്നാവും. പിന്നെ ഏത് ജാതിയിൽപ്പെട്ടവരായിരിക്കും, ജാതിയുടെ കാര്യമുള്ള വേർതിരിവിലും അവിടെ പാടില്ല. അതായത് അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഈ ജാതിയുടെ പേരിൽ അവർക്ക് ലഭിക്കാതിരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഇടനിലക്കാർ വേണ്ട. ഓക്കെ, നമ്മുടെ കള്ളസ്വാമികളെ പറ്റിയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്? പുനർജന്മമില്ല. പിന്നെന്താണ്? ഈ ഒരു ജന്മം തന്നെ ധന്യമായി ജീവിക്കും. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചായിരുന്നു ബസവണ്ണ. നമ്മുടെ 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം അനുഭവ മണ്ഡപങ്ങൾ സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. പിന്നെന്താണ്? ജാതി വിവേചനത്തിനെതിരെയും സ്ത്രീ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചു എന്ന് പറയുന്നു. പിന്നെന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിച്ചു. പിന്നെന്താണ്? ശൈശവ വിവാഹത്തെ എതിർക്കുകയും വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രായപൂർത്തി വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഈ സ്ലൈഡ് സെറ്റാണ്. നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത് നമ്മൾ ദക്ഷിണേന്ത്യയിലെ ആൾക്കാരെ കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മൾ ബസവണ്ണയുടെ കാര്യം പറഞ്ഞു. പിന്നെ കുലശേഖര ആഴ്വാരുടെ കാര്യങ്ങളും പറഞ്ഞു. എല്ലാ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ ഉത്തരേന്ത്യയിലോട്ട് പോകാം. ആരാണ്? കബീർ ദാസ്. ഓക്കെ,
അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികളാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ 12-ാം നൂറ്റാണ്ടിൽ, എവിടെയാണ് 12-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, എവിടെയാണ് വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ്, ഇന്നത്തെ നമ്മുടെ UP-യുടെ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തകവിയായിരുന്നു കബീർദാസ്. എന്നാണ്ട് 15-ാം നൂറ്റാണ്ടിൽ, എന്താണ് 15-ാം നൂറ്റാണ്ട്, എന്നാണ്ട് 15-ാം നൂറ്റാണ്ടിൽ എന്താണ് നമ്മുടെ UP-യിൽ വടക്കേ ഇന്ത്യയുടെ ജീവിച്ചിരുന്ന പ്രധാന ഒരു ഭക്തകവിയായിരുന്നു കബീർദാസ്. ഓക്കെ, അടുത്തെന്താണ് അദ്ദേഹം എന്താണ്ട് അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ എന്താണ് ഇതേപോലെ കീർത്തനങ്ങളും മറ്റും എഴുതി എന്താണ് ജനങ്ങൾക്കിടയിൽ എന്താണ് അദ്ദേഹം ഈ അന്നുണ്ടായിരുന്ന ദുരാചാരങ്ങളെയൊക്കെ എതിർക്കാൻ വേണ്ടി എന്താണ് അദ്ദേഹം ഇതേപോലെ കൃതികൾ രചിച്ചിരുന്നു. ഓക്കെ, ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളുടെ പേരാണ് ദോഹകൾ. അപ്പോൾ ദോഹകൾ രചിച്ചതാരാണ്? കബീർദാസ്. അപ്പോൾ ദോഹ കബീർദാസ്, ദോഹ കബീർദാസ്, എന്താണ് ദോഹ കബീർദാസ്, എന്താണ് ദോഹ കബീർദാസ്, ദോഹകൾ രചിച്ചതാരാണ്ട കബീർദാസ്. ഓക്കെ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീർ ദോഹകൾ ജനങ്ങളെ ആകർഷിച്ചിരുന്നു. ഓക്കെ, എന്താണ് അദ്ദേഹം രചിച്ചിരുന്നത്? എന്താണ്ട പ്രാദേശിക ഭാഷയിലാണ്, അതായത് സാധാരണക്കാർക്കൂടെ മനസ്സിലാവാൻ എന്താണ് പ്രാദേശിക ഭാഷകളിലാണ് അദ്ദേഹം രചിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ദോഹകൾ എന്ന് പറയുന്ന കീർത്തനങ്ങൾ രചിച്ചതാണ്ട് ആരാണ്ട? അത് കബീർദാസാണ്. ഓക്കെ, ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർദാസ്. എന്താണ്ട് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർദാസ്. ഒരേ മണ്ണുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദു മുസൽമാനെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് എന്താണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെന്താണ് ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദു മുസൽമാനുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർദ്ധശൂന്യമാണ്. ഓക്കെ, അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയും പിന്നെന്താണ് ദുരാചാരങ്ങളും, അന്ന് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ദുരാചാരങ്ങൾ എന്താണ് അദ്ദേഹം എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചിരുന്നു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ ആശയങ്ങളും പിന്നെന്താണ് നമ്മുടെ സൂഫി പ്രസ്ഥാനത്തിലെ ആശയങ്ങൾ എന്താണ് കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഓക്കെ, തൻ്റെ ആശയങ്ങൾ പ്രചരിക്കുന്നതിന് അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. എന്താണ് അത് വായിച്ചു വിടാവുന്നേ ഉള്ളൂ. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാര്യം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല, ചികിത്സ കൊണ്ടേ രോഗം മാറുകയുള്ളൂ. മറ്റൊരിക്കൽ കബീറിനെ കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്, ഉപകാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ കബീർദാസും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരു ഗ്രാമമുഖ്യനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഗ്രാമത്തിൽ വസൂരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മാറ്റി ഒരു പൂജകൾ മന്ത്രവാദം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കബീർദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മന്ത്രങ്ങളല്ല, അവർക്ക് ചികിത്സയാണ് നൽകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹം അന്ന് ഓരോ മതവിഭാഗത്തിലുണ്ടായിരുന്ന ആചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ എതിർത്തിരുന്നു. ഓക്കെ, കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ, നിങ്ങൾ കണ്ടതേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. ആളുകൾ ദൈവത്തെ പല പേരുകളെ വിളിക്കുന്നു. ഓക്കെ, ഇന്നും അതുണ്ട്. ആളുകൾ ദൈവത്തെ പല പേരുകളിലാണ് വിളിച്ചിരുന്നത്. അതായത് ഒരു മതത്തിൽ തന്നെ കോടാനുകോടി ദൈവങ്ങളുണ്ടെന്ന് അന്ന് വിശ്വസിച്ചിരുന്നു. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വസൂരിക്ക് അവർ ചികിത്സ നൽകാതെ മന്ത്രവാദത്തിലൂടെയും പൂജകളുടെയും മാറ്റാമെന്ന് ആ ഗ്രാമമുഖ്യം പറഞ്ഞപ്പോൾ കബീർ അതിനെ എതിർത്തു. ഓക്കെ, അപ്പോൾ അന്ന് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു, അതിൻ്റെ പേരിലുള്ള ദുരാചാരങ്ങൾ ജനങ്ങൾ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ, അതിനെ എതിർക്കുകയാണ് കബീർദാസ് അവിടെ ചെയ്തിരുന്നത്. ഓക്കെ, കബീർദാസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. മെയിനായിട്ട് നോക്കേണ്ടത് കബീർദാസ് അദ്ദേഹം എവിടെയാണ് 15-ാം നൂറ്റാണ്ടിൽ, അതായത് നമ്മുടെ ഇന്നത്തെ ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഭാഗത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ദോഹകൾ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ദോഹകൾ. അപ്പോൾ ദോഹകൾ രചിച്ചത് കബീർദാസ്. അടുത്തെന്താണ് ഈ കബീർദാസിൻ്റെ ആശയങ്ങളൊക്കെ പിന്തുടർന്നു പോയ അടുത്തൊരു വ്യക്തിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഗുരു നാനാക്ക്. ആരാണ്? ഗുരു നാനാക്ക് മെയിനായിട്ട് നമ്മുടെ ഈ കബീർദാസിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്തു പോയിരുന്ന മറ്റൊരു വ്യക്തിയാണ്. നമ്മുടെ ഉത്തരേന്ത്യയിലെ പഞ്ചാബിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യം. ഗുരുനാനാക്കും ഫായി മർദാനിയും ഒരിക്കൽ സജൻ തക്കിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി.
അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഒരു ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ഷാബാദ് അപ്പോൾ നമ്മുടെ ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളാണ് ഷാബാദ് എന്നിവ ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണെന്ന് അർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗ്ഗിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപേക്ഷിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഗുരുനാനാക്ക് നമ്മൾ മെയിനായിട്ട് ഈ ബോക്സിൽ പഠിക്കാൻ ഈ ഷാബാദ് ഷാബാദ് എന്ന് പറയുന്ന രചനകൾ ആരുടെ ആയിരുന്നു? അത് ഗുരുനാനാക്കിൻ്റെയാണ്. അപ്പോൾ ഷാബാദ് എന്ന് പറയുന്ന രചനകൾ ആരുടെ ഉണ്ടാ? അത് ഗുരുനാനാക്കിൻ്റെയാണ്. അപ്പോൾ ഷാബാദ് എന്ന് പറയുന്ന രചനകൾ അത് ഗുരുനാനാക്കിൻ്റെയാണ്. അടുത്ത 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ അവിടുത്തെ ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. ഇദ്ദേഹം നമ്മളെ കബീർദാസിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കബീർദാസിന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി അത് ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുര എന്ന് പറയുന്ന സ്ഥലത്തെ തൽവണ്ടി എന്ന ഗ്രാമം അതിപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അവിടെയാണ് ആരാണ് നമ്മുടെ ഗുരുനാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങൾ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ലെംഖാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മത രൂപീകരണത്തിന് കാരണമായി. നമ്മൾ ഈ പറയുന്ന ഈ ലെംഖാർ ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിൽ 24 hours പ്രവർത്തിക്കുന്ന വലിയൊരു കിച്ചനാണ്. അവിടെ നമുക്ക് എപ്പോൾ ചെന്നാലും ഒരു ജാതിയുടെ പേരിലെ വേർതിരിവില്ലാതെ നമുക്ക് 24 മണിക്കൂർ ഭക്ഷണം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിലെ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അതായത് പാകിസ്ഥാനിൽ അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. നമ്മുടെ അന്നത്തെ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന ഈ ജാതിയുടെ പേരിലുള്ള ഈ ദുരാചാരങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ് അദ്ദേഹം അത് നടത്തിയിരുന്നത്. എല്ലാവരും ഒരുമിച്ചുള്ളൊരു അടുക്കള, അതായത് പൊതു അടുക്കള, അതിൻ്റെ പേരെന്താണ്? ലെംഖാർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് നമ്മുടെ സിഖ് മത രൂപീകരണത്തിന് അപ്പോൾ സിഖ് മത രൂപീകരണത്തിന് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹികവും മതപരമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദൈവ വിശ്വാസികളായിരുന്നു. ഒരൊറ്റ ദൈവമേ ഉണ്ടായിരുന്നു എന്നുള്ള ആശയം പ്രചരിപ്പിച്ചതാണ്. അപ്പോൾ അതുവഴി ഇന്ത്യയിൽ അന്ന് ഒരു സാംസ്കാരികമായൊരു സമന്വയം, അതായത് എല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ അനുഭവ മണ്ഡപം പറഞ്ഞു ബസവണ്ണയുടെ. അപ്പോൾ നമ്മൾ 2 വ്യക്തികളുടെ പേര് പറഞ്ഞു, സ്ത്രീകളുടെ പങ്കാളിത്തം അവിടെ പറഞ്ഞിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷൻ എന്നൊരു വിവേചനം ഉണ്ടായിരുന്നു. പുരുഷന് കൂടുതൽ അവകാശങ്ങൾ ലഭിച്ചിരുന്നു. സ്ത്രീകൾക്ക് വിവേചനങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ അതിനൊക്കെതിരെ ശബ്ദിക്കാൻ ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭക്തി പ്രസ്ഥാനത്തിൽ എത്രത്തോളം സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. മധ്യകാലഘട്ടത്തിലെ മിഡീവൽ ഇന്ത്യയിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വലിയ പരിഗണനയോ അംഗീകാരങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യാസമായിരുന്നില്ല. അപ്പോൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിലും വളരെ വിവേചനങ്ങൾ നേരിട്ടിരുന്നു. അവർക്ക് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിന് കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. അപ്പോൾ ഭക്തി പ്രസ്ഥാനം കൂടുതൽ പ്രചാരം ലഭിച്ചപ്പോൾ അവർക്ക് അവർ ഇഷ്ട ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കീർത്തനങ്ങളും രചനകളും രചിക്കാനുള്ള ഒരു ഊർജ്ജം ഈ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സ്ത്രീകൾക്ക് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മീരാബായി എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. മീരാബായി രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ മീരാബായി അവിടെ രാജസ്ഥാനിലുണ്ടായിരുന്ന രജപുത്ര രാജവംശത്തിലെ രാജകുമാരിയായിരുന്നു.
അവരെന്താണ് ചെയ്തത്, അവരുടെ എന്താണ് അത്രയും വലിയൊരു പദവിയിൽ നിന്ന് ഇറങ്ങി എന്താണ് അത് കൃഷ്ണ ഭക്തയാവുകയും എന്താണ് കൃഷ്ണനെ ആരാധിച്ചുകൊണ്ട് ധാരാളം കീർത്തനങ്ങൾ രചിച്ചു. ഓക്കെ, അപ്പോൾ അവർ രചിച്ച കൃഷ്ണ ഭജനകൾ എന്താണ് ഇന്നും ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിൽ പ്രസിദ്ധയായിരുന്ന ഭക്തകവിയായിരുന്നു ആരാണ്ട, കാരയ്ക്കൽ അമ്മയാർ. ആരാണ്ട, കാരയ്ക്കൽ അമ്മയാർ. നമ്മൾ നേരത്തെ നായനാർമാരിൽ പറഞ്ഞ കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് ഉണ്ടായിരുന്ന പ്രശസ്തരായ ഭക്തകവികളായിരുന്നു ആരാണ്, കവികളല്ല കവയിത്രിമാരായിരുന്നു ആരാണ്, കാരയ്ക്കൽ അമ്മയാറും ആണ്ടാൾ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവർ രചിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവർ രചിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഭക്ത കവയിത്രിമാരാണ് ആരാണ്ടാം, കാരയ്ക്കൽ അമ്മയാർ. പിന്നെ ആരാണ്, ആണ്ടാൾ. ഓക്കെ, വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്ന അക്ക മഹാദേവി, നമ്മൾ നേരത്തെ അനുഭവ മണ്ഡപം പറഞ്ഞ വ്യക്തിയാണ്. ആരാണ്, അക്ക മഹാദേവി. നമ്മുടെ വീരശൈവം ആരാണ് സ്ഥാപിച്ച വീരശൈവം, ബസവണ്ണ. അപ്പോൾ എന്താണ്ട, നമ്മുടെ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾ അവർ നേതൃത്വം നൽകിയിരുന്നു. അതായത് അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് ആരാണ്ട്, അക്ക മഹാദേവിയാണ് നേതൃത്വം നൽകിയതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, മഹാരാഷ്ട്രയിലെ ഫഹീനാബായ്, പിന്നെ ആണ്ട സൊയ്റാബായ്, കാശ്മീരിലെ ലാൽദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഓക്കെ, മറ്റ് കവയിത്രിമാരൊക്കെയുണ്ട്, മഹാരാഷ്ട്രയിലെ ഫഹിനാബായ്, പിന്നെ ആണ്ട സൊയ്റാബായ്, പിന്നെ കാശ്മീരിലെ ലാൽഫേദ് തുടങ്ങിയവരും എന്താണ്ട ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അവരുടേതായ സംഭാവനകൾ നൽകി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ് നമ്മുടെ രാജസ്ഥാനിലെ ചിത്തോറിലുണ്ടായിരുന്ന മീരാബായി, അതായത് ഒരു രാജകുടുംബത്തിലുണ്ടായിരുന്ന മീരാബായി, എന്നാൽ അവിടുത്തെ ജീവിത സാഹചര്യമെല്ലാം ഉപേക്ഷിച്ച് എന്താണ് കൃഷ്ണനിൽ ആകൃഷ്ടനായി കൃഷ്ണനെ ആരാധിച്ചുകൊണ്ട് ഒരുപാട് കീർത്തനങ്ങൾ രചിച്ചു. അവരുടെ കൃഷ്ണ ഭജനകൾ ഇന്നും പ്രശസ്തമാണ്. അടുത്തതെന്താണ്, നമ്മുടെ തമിഴ്നാട്ടിലെ ഭക്തകവയിത്രിമാരായ കാരയ്ക്കൽ അമ്മയാറും ആണ്ടാളിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ വീരശൈവ പ്രസ്ഥാനത്തിലെ അക്ക മഹാദേവി, അതായത് അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ആരാണ്, അക്ക മഹാദേവി. പിന്നെ ആരാണ്, മഹാരാഷ്ട്രയിലെ ഫഹിനാബായ്, സൊയ്റാബായ്, പിന്നെ ആരാണ്, കാശ്മീരിലെ ലാൽഫേദ് തുടങ്ങിയവരും എന്താണ് ഭക്തി പ്രസ്ഥാനത്തിന് അവരുടേതായ സംഭാവനകൾ നൽകിയെന്നാണ് നമ്മുടെ പാഠപുസ്തകം പറയുന്നത്. അടുത്ത എന്താണ്ട, ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഫലങ്ങളാണ്. ഇതുവഴി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തെ സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ എന്താണ്, സംഗീതത്തിലൂടെ ഭക്തിയിലൂടെ അവരുടെ ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നതാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. അതായത് എന്താണ്ട, ആ ഭക്തി പ്രസ്ഥാനത്തിലൂടെ അന്നുണ്ടായിരുന്ന ജാതി വിവേചനങ്ങളൊക്കെ എതിർക്കാൻ ജനങ്ങൾക്ക് ഊർജ്ജം നൽകി. ഭക്തി പ്രസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിലെ എല്ലാ കവികളും താഴ്ന്ന ജാതിക്കാർ എന്ന പേരിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ മേധാവിത്വത്തെ അവർ കൊണ്ടുവന്ന ഈ ആചാരങ്ങളെയൊക്കെ അവർ എതിർത്തിരുന്നു. തൽഫലമായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെ ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞെന്നും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഭക്തകവികൾ കൂടുതൽ പേരും അതായത് മുഴുവൻ പേരും താഴ്ന്ന ജാതിയിൽ പെട്ടവരായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ഈ ബ്രാഹ്മണർക്ക് ലഭിക്കുന്ന പ്രത്യേക അവകാശങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു. അതൊന്നാമത്തെ പോയിന്റ്. പിന്നെന്താണ്, സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം നൽകാൻ ശ്രമിച്ചിരുന്നു. അതുവഴി അവർക്ക് അവർ പറയുന്ന ആശയങ്ങളും സമൂഹം അംഗീകരിക്കാൻ തുടങ്ങി. അധ്വാനത്തിൻ്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കാൻ ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗുരുനാനാക്കിൻ്റെ കാര്യം കബീർദാസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഭക്തി പ്രസ്ഥാനം പിന്നെ സൂഫി പ്രസ്ഥാനത്തിലെ ആശയങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ചു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സൂഫി പ്രസ്ഥാനത്തെ പറ്റി നോക്കാം. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രു, ആരാണ് അമീർ ഖുസ്രു? പ്രശസ്തനായ കവി, പാട്ടുകാരനുമായിരുന്നു. ഓക്കെ, കായകനുമായിരുന്നു. അദ്ദേഹം ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയെ അറിയാൻ പാടില്ല. കാരണം നമ്മൾ നിസാമുദ്ദീൻ ഔലി ഈ സുൽത്താൻമാരെ രാജാക്കന്മാരെ കാണാൻ
ആഗ്രഹമില്ലാത്ത ആളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അറിയരുത് എന്താണ് നമ്മുടെ ഡൽഹി സുൽത്താനെ ജലാലുദ്ദീൻ ഖിൽജി അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നുള്ള കാര്യം ആരാണ്, നമ്മുടെ നിസാമുദ്ദീൻ ഔലിയ അറിയരുത്. ഓക്കെ, അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് അവിടെ നിന്ന് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് നമ്മുടെ അമീർ ഖുസ്രു എന്താണ് അമീർ ഖുസ്രുവിൻ്റെ എന്താണ് ഗുരുവായിരുന്നു ആരാണ്, നമ്മുടെ നിസാമുദ്ദീൻ ഔലിയ. അപ്പോൾ എന്താണ് ഗുരുവിനോട് എന്താണ് അദ്ദേഹം ഒരു ചതിയും ചെയ്യില്ല, കള്ളം പറയില്ല എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ അമീർ ഖുസ്രു ഔലിയുടെ അടുത്ത് പറഞ്ഞു എന്താണ് ഇതേപോലെ എന്താണ് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇതറിഞ്ഞ എന്താണ് അറിഞ്ഞ ഔലിയ എന്താണ് അവിടെ നാടുവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ജലാലുദ്ദീൻ ഖിൽജിക്ക് മനസ്സിലാവും എന്താണ് അമീർ ഖുസ്രു പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഔലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് താൻ അദ്ദേഹത്തെ കാണാൻ വരുമെന്നുള്ള കാര്യം ഈ ഖുസ്രു പറഞ്ഞിട്ടുണ്ടെന്ന് ആരാണ് ജലാലുദ്ദീൻ ഖിൽജിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അമീർ ഖുസ്രുവിൻ്റെ അടുത്ത് എന്താണ് ജലാലുദ്ദീൻ ഖിൽജി ദേഷ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകുന്നുണ്ട് എന്താണ്ടാ, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ, പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടമാകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ അമീർ ഖുസ്രുവിന് എന്താണ് ഗുരുവിനോടുള്ള എന്താണ് സ്നേഹവും ബഹുമാനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഓക്കെ, മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവ കഥ നമുക്ക് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ബോക്സിൽ നിന്ന് മനസ്സിലാവുന്നത്, അതായത് നമ്മുടെ അമീർ ഖുസ്രു എന്താണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഗുരുവായ എന്താണ് നിസാമുദ്ദീൻ ഔലി എന്താണ് അദ്ദേഹത്തിനുള്ള ബഹുമാനവും സ്നേഹത്തിനും അത്രയധികം പ്രാധാന്യം നൽകിയിരുന്നു തൻ്റെ രാജാവിനേക്കാളും. ഓക്കെ, ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗ്ഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അപ്പോൾ എന്താണ്ട നമ്മുടെ ഭക്തിയെ എന്താണ് ദൈവത്തോട് അടുക്കാനുള്ള ദൈവത്തോട് അടുക്കാനുള്ള മാർഗ്ഗമായാണ് എന്താണ് സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു വഴി ഭക്തിഗാന ആലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. ഓക്കെ, അപ്പോൾ അതിനെന്താണ്ട ഇതേപോലുള്ള കീർത്തനങ്ങളും മറ്റുമാണെന്നുള്ളത് അവർ കരുതി. അതായത് ഈ കീർത്തനങ്ങളിലും മറ്റും എന്താണ് ആലപിക്കുന്നവരോട് എന്താണ് ദൈവത്തിലോട് കൂടുതൽ അടുക്കാൻ കഴിയുമെന്ന് സൂഫി ആചാര്യന്മാർ കരുതിയിരുന്നു. ഓക്കെ, അടുത്തെന്താണ്ട സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തിലുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, അപ്പോൾ എന്താണ് സൂഫി പ്രസ്ഥാനവും നമ്മുടെ ഭക്തി പ്രസ്ഥാനമായിട്ടും എന്താണ് ഒരേ ആശയങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഏകദൈവ വിശ്വാസം തന്നെയാണ്. പിന്നെ എന്താണ് അവരുടെ ഇഷ്ടപ്പെട്ട ദൈവത്തെ എന്താണ് അവർ ആരാധിച്ചിരുന്നത് എന്താണ്ട ഈ കീർത്തനങ്ങളുടെ രചനകളുടെയും അത് ആലപിക്കുന്നതിലൂടെ എന്താണ് അവരുടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അടുത്തെന്താണ്ട സൂഫിസം എന്ന വാക്ക് എങ്ങനെ വന്നു? സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നും ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂഫിസം എന്ന വാക്ക് വന്ന് എന്താണ്ട കമ്പിളി. ഓക്കെ, നമ്മുടെ സൂഫിസം എന്ന വാക്ക് വന്നത് എന്താണ്ട സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ്, കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ്, കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ്ട ശുദ്ധി എന്ന അർത്ഥം വരുന്നത് എന്താണ്ട ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ്ട സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നും പിന്നെ എന്താണ് ശുദ്ധി എന്ന അർത്ഥം വരുന്ന എന്താണ് സുഫി എന്ന വാക്കിൽ നിന്നും ഉണ്ടായെന്നാണ് അന്നത്തെ കാലത്തെ പണ്ഡിതർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂഫിസം എന്താണ്ട നമ്മുടെ നേരത്തെ പറഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിലെ ആശയം തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. പിന്നെ നമ്മളെന്താണ് ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിൻ്റെ എന്താണ് അന്നത്തെ കാലത്ത് നടന്നൊരു സംഭവമാണ് നമ്മളവിടെ നോക്കിയത്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്ട സൂഫിസം എന്ന പദം ഉണ്ടായത്. സൂഫിസം എന്ന പദം ഉണ്ടായെന്നാണ് എന്താണ്ട കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്ന്, കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നും പിന്നെ എന്താണ് അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന എന്താണ് സുഫി എന്ന വാക്കിൽ നിന്ന്. അപ്പോൾ സുഫ് സുഫി, സുഫ് കമ്പിളി എന്നർത്ഥം, സുഫ് കമ്പിളി, സുഫ് കമ്പിളി, സുഫി ശുദ്ധി, സുഫി ശുദ്ധി. അപ്പോൾ ഈ രണ്ട് വാക്കിൽ നിന്നും ആണ് എന്താണ് സൂഫിസം എന്ന വാക്കുണ്ടായതെന്നാണ് അന്നത്തെ കാലത്തെ പണ്ഡിതർ പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് കേട്ടോ, മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഓക്കെ, നമ്മുടെ ഏഷ്യയുടെ മധ്യഭാഗത്തുണ്ടായ ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ എന്താണ് സമ്പത്തിലും അധികാരത്തിലും പിന്നെ അവർ ഫോളോ ചെയ്യുന്ന ആഡംബര ജീവിതത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ സൂഫിസം എന്ന പ്രസ്ഥാനം ഉയർന്നു വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് രാജാവിൻ്റെ എന്താണ് ആഡംബര ജീവിതത്തിനെതിരെ എന്താണ് ശബ്ദിക്കാനുള്ള ഒരു ആയിട്ടാണ് നമ്മുടെ സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. ഓക്കെ, അതെന്താണ്ട 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്ട സൂഫി പ്രസ്ഥാനം വന്നത് 12ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇന്ത്യയിൽ സൂഫി പ്രസ്ഥാനം വന്നത് എന്താണ്ട 12ാം നൂറ്റാണ്ടിലാണ്. അടുത്തെന്താണ്ട സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രാവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 12ാം നൂറ്റാണ്ടിൽ സൂഫി പ്രസ്ഥാനം എവിടെ എത്തി? നമ്മുടെ ഇന്ത്യയിലെത്തി. പിന്നെന്താണ്ട സിൽസിലകൾ സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി പിന്നെന്താണ് സുഹ്രാവർത്തി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്.
ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പിന്നെന്താണ്ട പിർ അഥവാ ഷെയ്ഖ് എന്ന് അനുയായികൾ വിളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ആത്മീയ ജീവിതത്തിലോട്ടാണ് അവർ പോകുന്നത്. അവർ എന്താണ് ഈ ആഡംബര ജീവിതമൊക്കെ വെടിഞ്ഞ് പിന്നെന്താണ്ട ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് ആരാണ്? സൂഫി വര്യന്മാർ. സൂഫി ഗുരുവിനെ എന്താണ്ടാ പറയുന്നത്? പീർ അല്ലെങ്കിൽ ഷെയ്ഖ്. പീർ അല്ലെങ്കിൽ ഷെയ്ഖ്. അപ്പോൾ സൂഫി ഗുരുവിനെ വിളിക്കുന്ന പേരാണ് പീർ അല്ലെങ്കിൽ ഷെയ്ഖ്. ഓക്കെ, സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു എന്താണ്? ഖാൻഗാഹുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറയുന്നു. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും സൂഫികളുടെ താമസ സ്ഥലത്തെ പറയുന്ന പേരാണ് ഖാൻഗാഹുകൾ. ഖാൻഗാഹുകൾ അവരുടെ പ്രത്യേക രീതിയിൽ എന്താണ് അവരുടെ ഒരു ശൈലിയുണ്ട് ആ ഗാനങ്ങൾ ആലപിക്കാൻ. ഓക്കെ, ആ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളുടെ പേരാണ് എന്താണ്? ഖവാലികൾ. എന്താണ് ഖവാലികൾ? അടുത്ത എന്താണ്? സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ സൂഫി ഗുരുക്കന്മാരെ എന്താണ്? പീർ അഥവാ ഷെയ്ഖ് എന്ന് പറയുന്നു. നമ്മുടെ സൂഫി വര്യന്മാർ താമസിച്ച സ്ഥലത്തെ എന്താണ്? ഖാൻഗാഹുകൾ എന്ന് പറയുന്നു. ഇവിടെ ഭക്തി ഗാനങ്ങൾ എന്താണ്? ഖവാലികൾ. എന്താണ് ഖവാലികൾ? അത് ആ ഖവാലി ആലപിക്കുന്ന ഒരു പിക്ചറാണ് നൽകിയിരിക്കുന്നത്. ഖവാലി എന്ന് പറയുന്നു. ഓക്കെ, അടുത്തെന്താണ്? ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ്. ഓക്കെ, ആദ്യം ആരാണ്ട? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റാവർത്തി. അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളാണ് സിൽഹറ്റ്. എന്താണ്ട? നമ്മുടെ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റാവർത്തി സിൽഹറ്റ് പ്രദേശത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി കാണാൻ പോയ ആൾ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, അദ്ദേഹം ഡൽഹി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി ആയിരുന്നു. പിന്നെന്താണ്ട? ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. എന്താണ്? ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. ആരാണ്? ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. എവിടെയാണ്? അജ്മീറിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റാവർത്തി സിൽഹറ്റ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി. ഓക്കെ, അടുത്താണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അദ്ദേഹം എവിടെയുണ്ട? അജ്മീറിലാണ്. ഓക്കെ, എവിടെയുണ്ട? അജ്മീറിലുമാണ്. ഓക്കെ, അടുത്ത എന്താണ്ട? ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗ്ഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. നമ്മൾ പറഞ്ഞു ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗ്ഗം ഭക്തി എന്താണ്? ഗാനങ്ങളാണെന്നും അദ്ദേഹം അവരുടെ ആശയങ്ങളായിരുന്നു. ഈ രണ്ടും നമ്മൾ പറഞ്ഞതാണ്. അതായത് എന്താണ്? ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ളൊരു മാർഗ്ഗമായി അവർ കരുതിയിരുന്നു. അവർ രചിച്ചിരുന്ന എന്താണ്? ഈ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു. നമ്മുടെ സൂഫി പ്രസ്ഥാനവും നമ്മുടെ ഭക്തി പ്രസ്ഥാനമൊക്കെ എന്താണ്? അവർ രചിച്ചിരുന്ന കീർത്തനങ്ങൾ എന്താണ്? പ്രാദേശിക ഭാഷയിലായിരുന്നു. ഓക്കെ, സാധാരണക്കാർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാദേശിക ഭാഷയിൽ ഇങ്ങനെ ഒരുപാട് രചനകൾ ഇങ്ങനെ വന്നപ്പോൾ എന്താണ്? അത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. നമുക്ക് നോക്കാം. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. നമ്മുടെ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യനും നമ്മുടെ ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നമ്മുടെ പേർഷ്യനും പിന്നെന്താണ് ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു വഴി എന്താണ് നമുക്ക് അവിടെ ഒരു സാംസ്കാരിക സമന്വയം ഉണ്ടായെന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇക്കാലത്ത് ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഉറുദു ഭാഷയിൽ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു അക്കാലത്താണ് അമീർ ഖുസ്രു. അമീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കാനുള്ള കൃതികൾ പ്രാദേശിക ഭാഷയിലായിരുന്നു. ഇതുവഴി എന്താണ്? നമ്മുടെ പ്രാദേശിക ഭാഷകൾ കൂടുതൽ എന്താണ്? പ്രചാരം ലഭിച്ചു, അവ വളർന്നു, ധാരാളം കൃതികൾ ആ ഭാഷയിൽ വന്നു. പിന്നെന്താണ്? നമ്മുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമായി എന്താണ്? ഉറുദു ഭാഷ എങ്ങനെ ഉണ്ടായത്? പേർഷ്യനും നമ്മുടെ ഹിന്ദിയും ചേർന്ന് ഉറുദു ഭാഷ ഉണ്ടായി. ആ ഉറുദു ഭാഷയിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. പിന്നെ നമ്മുടെ കബീറിൻ്റെ കൃതികൾ വഴി എന്താണ്? നമ്മുടെ ഹിന്ദി ഭാഷയ്ക്ക് എന്താണ്? കൂടുതൽ വളർച്ച നേടിയെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കെന്താണ്? കുറച്ച് കൃതികളോ കാര്യങ്ങൾ നോക്കാം. തമിഴ്. ഓക്കെ, പ്രാദേശിക ഭാഷയിൽ തമിഴിൽ എന്തൊക്കെ കൃതികളുണ്ടായിരുന്നു? 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. അത് രചിച്ച ആരൊക്കെയായിരുന്നു? ആഴ്വാർമാരും നായനാർമാരും. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത കന്നഡയിൽ എന്താണ്? കൃതികൾ, വചനങ്ങൾ. നമ്മുടെ അനുഭവ മണ്ഡപത്തിലെ ആശയങ്ങൾ വരുന്നത് വചനങ്ങൾ എന്ന പേരിലാണ്. അതിന് രചയിതാവരേണ്ട ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. പിന്നെ എന്താണ്ട? തെലുങ്കിലാരേണ്ട നമ്മുടെ മഹാഭാരത വിവർത്തനം, നന്നയ്യ, തിക്കണ്ണ, എരപ്രകഥ. പിന്നെന്താണ്ട? ബംഗാളിൽ എന്താണ്? ഗീതാ ഗോവിന്ദ. നമ്മുടെ PSCയിലെ PYക്കാണ് ഗീതാ ഗോവിന്ദൻ രചിച്ച ജയദേവനാണ്. നമ്മുടെ ഗീതാ ഗോവിന്ദൻ രചിച്ചത് ജയദേവനാണ്. ഓക്കെ, അപ്പോൾ തമിഴിൽ എന്താണ്ട? 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. രചിച്ചാരാണ്ട? ആഴ്വാർമാരും നായനാർമാരും. അടുത്തെന്താണ്ട? കന്നഡയിൽ കൃതികൾ എന്താണ്? വചനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ അനുഭവ മണ്ഡപം. ആരാണ്ട? ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്കിൽ എന്താണ്ട? മഹാഭാരതത്തിൻ്റെ വിവർത്തനം. ആരൊക്കെയുണ്ട്? നന്നയ്യ, തിക്കണ്ണ. പിന്നെന്താണ്ടായി? എരപ്രകൃത.
അടുത്തെന്താണ് ബംഗാളിൽ ഗീതാ ഗോവിന്ദം ആരാണ് ജയദേവൻ രചിച്ചു. ഹിന്ദിയിൽ പത്മാവത് ആരാണ് മൗലിക് മുഹമ്മദ് ജെയ്സി. എന്താണ് മൗലിക് മുഹമ്മദ് ജെയ്സി. പിന്നെന്താണ്ട മലയാളത്തിൽ ഏതാണ്ട നമ്മുടെ ജ്ഞാനപ്പാന പൂന്താനം രചിച്ചു. പിന്നെന്താണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് നമ്മുടെ എഴുത്തച്ഛൻ രചിച്ചു. മുഹമ്മദീൻ മാല ആരാണ്ട ഖാസി മുഹമ്മദ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ആരൊക്കെയുണ്ട് ആകൃതിയിൽ രചിച്ചത്? ജ്ഞാനപ്പാന പൂന്താനം. പിന്നെന്താണ് നമ്മുടെ രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ. പിന്നെ ഖാസി മുഹമ്മദിൻ്റെ മുഹമ്മദീൻ മാല. അടുത്തെന്താണ്ട ഈ ആശയങ്ങളുടെയൊക്കെ സ്വാധീനങ്ങളാണ് പറയുന്നത്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? എന്താണ്ട മതസഹിഷ്ണുത ഉണ്ടായി. അതായത് ഹിന്ദു മുസ്ലിം ഐക്യം അല്ലെ എല്ലാ മതങ്ങളും ഒന്നാണ്, അതായത് ഒരു ദൈവവിശ്വാസം എന്നുള്ള ആശയങ്ങളിലേക്ക് വന്നു. പിന്നെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം രൂപപ്പെട്ടു. അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം അന്നുണ്ടായിരുന്ന ദുരാചാരങ്ങളെ എതിർക്കാനുള്ള സാധാരണക്കാർക്ക് എതിർക്കാനുള്ള ഒരു ശക്തി ഊർജ്ജം നൽകാൻ ഈ നമ്മുടെ ഭക്തി അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹ്യ അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വിവേചനങ്ങളും ജാതിയുടെ പേരിലുള്ള തമ്മിലടി എന്നിവ കുറച്ച് ജനങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? ഈ ഭക്തി അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അടുത്തെന്താണ്ട വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ സ്വാധീനിച്ചു. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, ജ്ഞാനതത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ നമ്മുടെ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ ആധുനിക ഇന്ത്യൻ സമൂഹം, അതായത് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എന്താണ്? സാമുദായിക സൗഹാർദ്ദം, പിന്നെന്താണ് ജ്ഞാനത്വത്തിൽ ഏകത്വം, പിന്നെന്താണ് നമ്മുടെ സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഈ സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അന്നുണ്ടായ, അതായത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഈ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ ആധുനിക ഇന്ത്യ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നതും നമ്മുടെ ഭരണഘടനയിൽ അതെല്ലാം പ്രതിഫലിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൽ, അതായത് നമ്മുടെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനത്തെ പറ്റിയും പിന്നെ സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അതിലെ പ്രധാന കവികളെ കാര്യങ്ങളും പറഞ്ഞു. ഈ ആശയങ്ങളെല്ലാം എന്താണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചതെന്നും ഇന്നും അത് നമ്മുടെ സമൂഹത്തിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ നോക്കി. അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്റർ നോക്കി. വളരെ ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളെ സിലബസ് ഇല്ലാത്തൊരു കാര്യമാണ്, 10th ലെവൽ സിലബസ് ഇല്ലാത്ത കാര്യമാണ്. വായിച്ചു വെച്ചോ. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ല, അതൊക്കെ ഒന്ന് തറവായിട്ട് പഠിച്ചത്, ബാക്കിയെല്ലാം വായിച്ച് വിട്ടാൽ മതി. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാം. പക്ഷേ ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു SCRT ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.